ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചെറുനാരങ്ങ വെള്ളമാണ്. അപ്പോൾ ചെറുനാരങ്ങ വെള്ളം ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഈ വേനൽക്കാലത്തുള്ള ചൂടിനെ ഒന്ന് തണുപ്പിക്കാൻ നമുക്കൊരു അടിപൊളി ചെറുനാരങ്ങ വെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ഈ ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈസുള്ള ബീട്രൂട്ട് വേണം. ഇത്ര ചെറിയ ബീട്രൂട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഈ ഒരു സൈസുള്ള ഇഞ്ചി, പിന്നെ കുറച്ച് പുതിന ലീവ്സ്. പുതിന ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ഇടുക. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചെറുനാരങ്ങ നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറുനാരങ്ങ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറുനാരങ്ങ മുഴുവൻ, ചെറുനാരങ്ങയുടെ നീര് മുഴുവൻ ഞാനിപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുതിന ലീവ്സ്, ബീട്രൂട്ട്, ഇഞ്ചി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. വലിയ പീസസ് ആയാൽ അടിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും, കൊണ്ട് ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. തണുപ്പിന് ആവശ്യമുള്ള ഐസും ഞാനിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 ഗ്ലാസ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് നല്ലവണ്ണം ഒന്ന് ജ്യൂസാക്കിയിട്ട് കൊണ്ടുവരാം. ഞാനിതിവിടെ ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ ജ്യൂസ് നല്ലൊരു പതഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മിനിറ്റ് അടിച്ചാൽ മതി. അതേപോലെ തന്നെ അതിലിട്ട ബീട്രൂട്ടും ഇഞ്ചിയൊക്കെ അപ്പോഴേക്ക് നല്ലോണം അടിഞ്ഞ് കിട്ടും. ഇത് കണ്ടോ, ഇത് നല്ലോണം പതഞ്ഞ് കിട്ടിയത് 2 മിനിറ്റ് അടിച്ചെടുത്തുകൊണ്ടാണ്. ഇനി നമുക്കിതൊരു ജഗ്ഗിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് അരിക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് അടിച്ചാൽ അരിക്കേണ്ട ഒരു ആവശ്യവും വരില്ല. ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും ഇതിന് വരില്ല കേട്ടോ. ഇതിന് നല്ല ഇഞ്ചിയുടെയും പുതിനയുടെയും ടേസ്റ്റാണ് ഉണ്ടാകുക. നല്ലോണം ഐസിട്ട് അടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും നിങ്ങൾ അത്യാവശ്യം ഇട്ട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി നാരങ്ങ ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളറാണ് ഇതിന്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മളെ ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യാനൊക്കെ നല്ലൊരു ജ്യൂസാണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. പിന്നെ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ല ഈസി റെസിപ്പീസോ ടിപ്സോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.